നമസ്കാരം. തന്റെ ദുശീലങ്ങൾ കാരണം പുറത്തേക്കുള്ള വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ് FBI മേധാവിയായ കാഷ് പട്ടേലിന്. ഇക്കഴിഞ്ഞ മാസങ്ങളിലാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന അമിത മദ്യപാനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നീക്കമെന്നതാണ് പുറത്തുവരുന്ന സൂചന. അതായത് നിലവിലെ വിവരമനുസരിച്ച് ക്യാബിനറ്റ് തലത്തിൽ അടുത്തതായി ഉണ്ടാകുന്ന പുറത്താക്കൽ കാഷ് പട്ടേലിന്റേതാണ് എന്നാണ് വൈറ്റ് ഹൌസിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കാഷ് പട്ടേലിനെ കുറിച്ച് തുടർച്ചയായി പുറത്തുവരുന്ന വാർത്തകൾ തികച്ചും അദ്ദേഹത്തിന് എതിരായിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നിലപാട് എടുക്കുന്നത്. അതൊരു ക്യാബിനറ്റ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒന്നല്ല. ഈ വിഷയത്തിൽ ട്രംപിന് അതൃപ്തിയുണ്ട് എന്നാണ് വിവരം. എന്തായാലും ട്രംപ് ഭരണകൂടത്തിൽ കാര്യങ്ങൾ അത്ര സുഖകരമായല്ല നീങ്ങുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് കാഷ് പട്ടേലുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ പുറത്തെത്തുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മുതൽ 3 ക്യാബിനറ്റ് അംഗങ്ങളാണ് ട്രംപ് ഭരണകൂടത്തിൽ നിന്നും പുറത്തുപോയത്. അറ്റോർണി ജനറലായിരുന്ന പാം ബോണ്ടിയെ ഏപ്രിൽ മാസമാണ് പുറത്താക്കിയത്. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ക്രിസ്റ്റീന നോയത്തിനെ മാർച്ച് മാസത്തിൽ മാറ്റുകയും പകരം ഫീൽഡ് ഓഫ് അമേരിക്കേസിലേക്ക് പ്രത്യേക പ്രതിനിധിയെ നിയമിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ലേബർ സെക്രട്ടറി ആയിരുന്ന ലോറി ഷാവേസ് ഡിമറിനെ സ്വഭാവ ദൂഷ്യ ആരോപണത്തെ തുടർന്നാണ് സ്ഥാനമൊഴിയേണ്ടി വന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ സ്ഥാനം അടുത്ത മാസം ഒഴിയുമെന്നും ടോഡ് ലോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേവി സെക്രട്ടറി ആയിരുന്ന ജോൺ ഫെലാനെ കഴിഞ്ഞയാഴ്ച പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സിറ്റ് പുറത്താക്കുകയും ചെയ്തിരുന്നു. FBI ഡയറക്ടർ കാഷ് പട്ടേൽ, വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് എന്നിവർക്കാണ് ഇനി സ്ഥാനചലനം സംഭവിക്കാൻ സാധ്യതയുള്ളത്. ചെറിയ പ്രായത്തിൽ കാഷ് പട്ടേൽ 2 വട്ടം അറസ്റ്റിലായിട്ടുണ്ടോ എന്ന വാർത്തകൾ ഈ അടുത്ത ദിവസമാണ് പുറത്തെത്തിയത്. അതിൽ ആദ്യത്തേത് 2001 വെർജീനിയയിലെ റിച്ച്മണ്ട് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ പൊതുവിടത്തിൽ മദ്യപിച്ചതിലും പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. രണ്ടാമത്തേത് ന്യൂയോർക്ക് സിറ്റിയിലെ നിയമ വിദ്യാർത്ഥിയായിരിക്കെ പൊതുവിടത്തിൽ മൂത്രമൊഴിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നായിരുന്നു നടപടി നേരിടേണ്ടി വന്നത്. അതിനിടെ കാഷ് പട്ടേലിന്റെ മദ്യപാന ശീലവും നേരത്തെ മുൻകൂട്ടി അറിയാതെയായുള്ള അവധിയെടുക്കലും, അതായത് മുൻകൂട്ടി തന്നെ അറിയിക്കാതെ പെട്ടെന്നുള്ള അവധിയെടുക്കലും സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. എന്തായാലും കഴിഞ്ഞയാഴ്ച ഈ റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരുന്നു. ഒരു സോഷ്യൽ ക്ലബിലും ഒരു സ്വകാര്യ ക്ലബിലും അദ്ദേഹം മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയെന്നും, അതായത് അദ്ദേഹത്തിനെ കുറിച്ച് ലവലേശം ബോധമില്ലാത്ത നിലയിലാണ് കണ്ടെത്തിയത്. ഇത് സർക്കാരിൽ ആശങ്കയ്ക്ക് വഴിവെക്കുന്ന സ്ഥിതിഗതി എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. എന്നാൽ $250 മില്യൺ അപകീർത്തി കേസ് ഫയൽ ചെയ്തതാണ് ഇതിനോടകം കാഷ് പട്ടേൽ പ്രതികരിച്ചത്. ഏതായാലും സംഭവത്തിൽ ഇനി അധികം നാൾ തന്നെ അധികാര കേന്ദ്രത്തിൽ കാഷ് പട്ടേൽ തുടരില്ല. താമസിയാതെ തന്നെ പുറത്താക്കൽ ഉണ്ടാക്കും എന്നാണ് വൈറ്റ് ഹൌസിൽ നിന്നുമുള്ള വിവരം.